തിരുവനന്തപുരത്ത് വി.ഡി. സതീശനെതിരെ ഫ്ലക്സ് ബോർഡുകൾ. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലെന്നും സതീശൻ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ചോയ്സ് എന്നുമാണ് ഫ്ലക്സിലുള്ളത്. കെ.പി.സി.സി. ആസ്ഥാനത്തിനടുത്താണ് ഫ്ലക്സുകൾ ഉയർന്നത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സംസ്ഥാനത്തുടനീളം സതീശൻ അനുകൂല ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുന്നതിനിടയിലാണ് അവിടെ സതീശൻ വിരുദ്ധ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡ് സതീശൻ അനുകൂലികൾ നശിപ്പിച്ചതിന് ശേഷം ഉണ്ടായ ചില പ്രശ്നങ്ങളാണോ ഇത്തരമൊരു ഫ്ലക്സിലേക്ക് നയിച്ചത്? ജിൽസി, ഇന്നലെ വൈകുന്നേരമാണ് വി.ഡി. സതീശനായി തിരുവനന്തപുരം നഗരത്തിൽ വലിയ ആളുകൾ, അതായത് ഏകദേശം 500-ന് മുകളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്ന വലിയ പ്രകടനം നടന്നത്. അതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം, മറ്റാരുടെ പേരിലേക്കും ഹൈക്കമാൻഡ് പോകരുതെന്നായിരുന്നു. അതിനിടയിലാണ് കെ.സി. വേണുഗോപാലിന് അനുകൂലമായി ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തോടൊപ്പം വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ വി.ഡി. സതീശൻ അനുയായികൾ നശിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളയമ്പലത്ത്, അതായത് കെ.പി.സി.സി. ഓഫീസിനോട് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്നുള്ളതാണ് അതിൽ തലവാചകമായി എഴുതിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനമായി എഴുതിയിരിക്കുന്ന വാക്ക് ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ചോയ്സ് കേരളം തിരിച്ചറിയുമെന്നുള്ളതാണ്. വി.ഡി. സതീശന് അനുകൂലമായി കേരളത്തിൽ മുഴുവൻ വെച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകളിൽ പറയുന്നത് നാച്ചുറൽ ചോയ്സ് എന്നുള്ളതാണ്. അതിന് എതിരെ വെച്ചിരിക്കുന്ന പോസ്റ്ററിലാണ്, ഫ്ലക്സിലാണ് നിലവിൽ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാചകങ്ങൾ ഇങ്ങനെയാണ്: പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ UDF സർക്കാരിനെ തീവെട്ടക്കൊള്ളക്കാരുടെ സംഘമെന്ന് വിശേഷിപ്പിച്ചത് ആര്? 2021 തകർന്നെറിഞ്ഞ കോൺഗ്രസിനെ പ്രവർത്തകരിൽ ആവേശം നിറച്ച് ശക്തിപ്പെടുത്തിയ കെ. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയതാര്? കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയത് ആര്? കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധമുണ്ടാക്കാമെന്ന് വെറും വ്യാമോഹം മാത്രമാണ് എന്നുമാണ് ഈ ഫ്ലക്സിൽ പ്രധാനമായ വാചകമായി എഴുതി വെച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വലിയ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടുള്ള ഫ്ലക്സാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായി കെ.സി. വേണുഗോപാലിനെയും കൂടി വെച്ചൊരു ഫ്ലക്സ് ബോർഡ് കൂടിയുണ്ട്. കേരള വാണ്ട്സ് കെ.സി. വാം വെൽക്കം ലീഡർ എന്നുള്ളതാണ് ആ പോസ്റ്ററിലെ വാക്യമെന്ന് പറയുന്നത്. അങ്ങനെ ഈ പോസ്റ്റർ യുദ്ധം അങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ദില്ലിയിൽ അവസാനഘട്ട ചർച്ച, കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിലുള്ള അവസാനഘട്ട ചർച്ച ഹൈക്കമാൻഡിൽ ഒക്കെ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇന്ന് രാവിലെ ഇങ്ങനെയൊരു ഫ്ലക്സ് കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വി.ഡി. സതീശൻ അനുകൂലികൾ തിരുവനന്തപുരത്ത് നടത്തിയ വലിയ പ്രകടനത്തിനിടയിൽ കെ.സി. വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർത്തിയ ഫ്ലക്സുകൾ അത് വി.ഡി. സതീശൻ അനുകൂലികൾ കീറിയതിലെ പ്രകോപനം തന്നെയാണ് എന്ന് പറയാം. എന്തായാലും ദില്ലിയിൽ ഇന്ന് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ വി.ഡി. സതീശനുമായും ഒപ്പം തന്നെ KPCC പ്രസിഡന്റുമായും രമേശ് ചെന്നിത്തലയുമായും ഒക്കെ നടക്കാൻ പോകുന്നതിനിടയിലാണ് KPCC ആസ്ഥാനത്തിന് തൊട്ട് അടുത്തായി വെള്ളയമ്പലം ജംഗ്ഷനിൽ ഇങ്ങനെയൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ജിൽസി, ശരി. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വി.ഡി. സതീശനെതിരെയുള്ള ഫ്ലക്സുകളാണ് വെള്ളയമ്പലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് വിജിൻ നൽകിയത്.